ഒരു നാടിന്റെ ആകെ സ്വപ്നവുമായി ഇന്ത്യൻ കുപ്പായം അണിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ക്രിക്കറ്റ് താരങ്ങളായ ആശാ ശോഭനയും സജന സജീവനും. ഇന്ത്യൻ ടീമിൽ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ വനിതാ താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഇരുവരും പറഞ്ഞു. ആശാ ശോഭനയും സജനയും ഗുഡ് മോർണിംഗ് കേരളത്തിൽ കളിയും കാര്യങ്ങളും പങ്കുവയ്ക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മോടൊപ്പം നമ്മുടെ അഭിമാനം രാജ്യത്താകെ ഉയർത്തിയ രണ്ട് താരങ്ങൾ നമ്മോടൊപ്പം ചേരുകയാണ്. ആശാ ശോഭന, ഒപ്പം തന്നെ സജന സജീവൻ. സ്വാഗതം. എങ്ങനെയുണ്ട്? വലിയ സന്തോഷത്തിലാണ് നാടും എല്ലാവരും. അതെ, വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷത്തിനുപരി അഭിമാനമാണ്. ഇത്രയും കാലം കാത്തു നിന്ന് നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം നമ്മൾ നേടുമ്പോൾ സന്തോഷത്തിലുപരി അഭിമാനമാണ്. പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അണ്ടറിൽ നിന്ന് ഇപ്പം ഞാൻ, ആശ ചേച്ചി, മിന്നുമണി 3 പ്ലേയേഴ്സാണ് രാജ്യത്തിന് വേണ്ടി ജേഴ്സി അണിഞ്ഞത്. അപ്പോൾ ഇതിൽ കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന വേറൊരു നിമിഷം ഇനി ഉണ്ടാവില്ല. നീല ജേഴ്സി അതൊരു വികാരമാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ കളി കണ്ടു തുടങ്ങുമ്പോൾ തൊട്ട് നമ്മുടെയൊക്കെ വികാരമാണ്. അതിലേക്ക് എത്തുക എന്ന് പറയുന്ന വലിയ പ്രയത്നമാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ? എന്ത് തോന്നുന്നു? ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഞാനൊക്കെ 13 വയസ്സിൽ തൊട്ട് കളിക്കാൻ തുടങ്ങി. അപ്പം മുതലുള്ള ഒരു സ്ട്രഗിളിന് ഫലം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതും ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തോട്ട് വരുന്നു, എൻ്റെ ജന്മനാട്ടിലോട്ട് വരുന്നു. അവിടെ നമ്മുടെ KCL എൻ്റെ ഹോം അസോസിയേഷൻ, ഞാൻ ഇവിടെ നിന്നാണ് ക്രിക്കറ്റ് കളി തുടങ്ങിയതും. ഞാൻ അണ്ടർ-19 ഇന്ത്യ ക്യാമ്പ് പോയത് ഇവിടെ നിന്ന് തന്നെയാണ്. ഇന്ത്യ 2 പ്രാവശ്യം കളിച്ചതും KCAക്ക് കളിച്ചിട്ടാണ്. അപ്പോൾ അവർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ വെൽക്കം തരുമെന്ന് പറയുമ്പോൾ അതിൽ പോലെ ഒരു സന്തോഷമില്ല. വളരെ സന്തോഷം. പൊതുവേ എല്ലാവരും ടീമിലെത്തിയപ്പോഴൊക്കെ നമ്മൾ സന്തോഷിച്ചു. ഒപ്പം തന്നെ നമ്മുടെ ഒരു ആകാംക്ഷയായിരുന്നു, രണ്ടുപേരും കൂടി ഒരു ഗെയിമിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം. പലപ്പോഴും നമ്മൾ ആദ്യത്തെ ദിവസം വാർത്ത അടിക്കുമ്പോഴൊക്കെ തോന്നിയൊരു ചോദ്യമാണ്. പക്ഷെ അത് 3ാമത്തെ ഗെയിമായി. ആ സമയം 4ാമത്തെ ഗെയിമിലേക്ക് എത്തുമ്പോൾ കൃത്യമായി എത്തുന്നു. ആദ്യത്തെ കളിയിൽ തന്നെ അവസരം നൽകുന്നു. ഒപ്പം ആശ 3ാമത്തെ. എങ്ങനെയായിരുന്നു ഫസ്റ്റ് കളിയിൽ ഇറങ്ങുമ്പോൾ? പ്രത്യേകിച്ച് ഹർമൻപ്രീത് കൗർ അടക്കം നേരത്തെ പരിചയമുള്ള ആളുടെ കീഴിലാണ് കളിക്കുന്നത്. ഹർമന്ദീനെ എനിക്ക് WPL മുതലേ അറിയാം. അപ്പം ഹരിതി എങ്ങനെയായിരിക്കും എന്നും അറിയാം. പക്ഷേ WPLനേക്കാളും എന്താ പറയുക, നെക്സ്റ്റ് ലെവലാണ് ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്നത്. സോ അതിൽ അണ്ടറിൽ കളിക്കുമ്പം പ്രഷറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പക്ഷേ എനിക്കെന്തായാലും അറിയായിരുന്നു ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ഏതെങ്കിലും ഒരു മാച്ച് കളിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. സ്റ്റിൽ ആശ ചേച്ചി കൂടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടെ ഞാൻ ആശ ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, തീർച്ചയായും ചേച്ചീൻ്റെ ഡെബ്യൂ നടക്കുമെന്നും നമ്മൾ ഒരുമിച്ച് മാച്ച് കളിക്കുമെന്നും ഞാൻ പറയുമായിരുന്നു. സോ ഇന്ത്യൻ ടീമിലേക്ക് വന്നപ്പോഴത്തേക്കും അവർ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാവരും ഒരു ഡെബ്യൂട്ടൻ്റ് എന്നുള്ള രീതിയിലൊന്നും അല്ല ട്രീറ്റ് ചെയ്തത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് എപ്പോൾ വേണേലും അവരുടെ അടുത്ത് സംസാരിക്കാം, എന്ത് ചോദിച്ചാലും നമ്മളടുത്ത് പറയും. അപ്പോൾ ആ ഒരു ടീമിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ടീം റൂമൊക്കെ ഭയങ്കര പോസിറ്റീവ് ഒരു വൈബ് തന്നെയായിരുന്നു അവർ നോക്കി കൊണ്ടുപോയി. നമ്മളെ സംബന്ധിച്ചൊരു ആശങ്ക അല്ല, ആകാംക്ഷയൊക്കെ നിന്നിരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ ബാറ്റിംഗ് വലിയ ഒരു സ്ട്രെങ്തുള്ള ബാറ്റിംഗ് ആണ്. സ്മൃതി മന്ദാനയുണ്ട്, ഒപ്പം തന്നെ ഹർമൻപ്രീത് കൗറുണ്ട്, ഷഫാലി വർമ്മയുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ടീമാണ്. അതിലേക്ക് ഒരു ബാറ്ററായി തന്നെ എത്തുക എന്നുള്ളത് വലിയ സ്വപ്നം കൂടിയാണ്. എങ്ങനെയാണ് അതിനെ ഒരു സ്വയം എങ്ങനെയാണ് ഒരു പരുവപ്പെടുത്തിയെടുത്തത്? ശരിക്കും WPL ആണ് എന്നെ ആ ഒരു റേഞ്ചിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഞാൻ കേരള ടീമിൽ കളിക്കുകയാണെങ്കിൽ തന്നെ എനിക്കറിയാം എൻ്റെ റോൾ എന്താ, ഒരു ബാറ്റർ എന്ന രീതിയിൽ ടീമിനെ കൊണ്ടുപോകേണ്ടത് ഞാനാണെന്നുള്ള ബോധ്യമുണ്ട്. സോ WPL വന്നപ്പോഴത്തേക്കും അവർ എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് തന്നിട്ടുള്ള ആ ഒരു റോളിന് ഇത് കൂടി. സോ WPL പോലുള്ള വേദിയിൽ അവർ എന്നെ എന്താ പറയുക കണ്ടിരുന്നത് ഒരു ഫിനിഷർ എന്ന രീതിയിൽ തന്നെയായിരുന്നു. സോ അതിലെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇന്ത്യൻ ടീമിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് ഓർഡർ പറഞ്ഞ പോലെ ഹാരിതി, സ്മൃതി, റിച്ച, ഷഫാലി, അപ്പോൾ ഇവരൊക്കെ കഴിഞ്ഞാൽ പിന്നെ ടീമിനെ കൊണ്ടുപോകാൻ ഒരു ഫിനിഷർ എന്നുള്ള രീതിയിലാണ് അവരെന്നെയും കണ്ടിരിക്കുന്നത്. സോ എനിക്ക് ഇനി അങ്ങോട്ടേക്കുള്ള പ്രിപ്പറേഷൻ അതുപോലെ തന്നെ ആയിരിക്കണം. ആശയുടെ പോലെ തന്നെയാണ് നമ്മൾ ഒരു കംപ്ലീറ്റ് ടീം സ്പിരിറ്റ് ഉള്ള, അല്ലെങ്കിൽ കംപ്ലീറ്റ് ടീം എന്ന് തന്നെ നമുക്ക് പറയാം. ബോളിങ്ങും അതുപോലെ തന്നെയാണ് നമ്മുടെ ബോളിംഗ്. പൂജ വസ്ത്രാക്കർ അടക്കമുള്ള വലിയ ബോളിംഗ് നിരയുണ്ട്. അതിലേക്ക് എത്തുമ്പോൾ ഒരു സ്പിന്നർ എന്ന നിലയിൽ കൂടിയാണ് എത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ അവരും ടീമും മാനേജ്മെൻറ്റും ക്യാപ്റ്റനും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ? അവർ വളരെ റെസ്പോൺസിബിളായിട്ട് തന്നെയാണ് നമുക്ക് കർത്തവ്യങ്ങൾ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാലമായിട്ട് ഇന്ത്യൻ ടീമിന് ഒരു ലെഗ് സ്പിന്നർ ഇല്ലാതെയാണ് ഇന്ത്യ കളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ വിമൻ ടീമിലൊരു ലെഗ് സ്പിന്നർ വരുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഒരു ചേഞ്ച് കൊണ്ടുവരും, നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരും തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ നമ്മളെ
ഹാരി പാജിയൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ സ്മൃതിയുണ്ട് വൈസ് ക്യാപ്റ്റൻ, നല്ല നല്ല സപ്പോർട്ടാണ്, നല്ല വൈബാണ്. പിന്നെ ഫസ്റ്റ് മാച്ച് സജു കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കളിക്കണ പോലെ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ തന്നെ സജുവിനെ പോയി രാത്രി കണ്ട് ഞങ്ങൾ സ്വന്തം ടീമിൽ കളിച്ച് വന്ന ആൾ കൂടി. അതെ. പിന്നെ അത് ഭയങ്കര സന്തോഷമില്ലേ, കാരണം നമ്മളെ കൺമുന്നിൽ വെച്ച് എൻ്റെ ക്യാപ്റ്റൻസിൽ ഒരാൾ കളിക്കുന്നു, ഞാൻ അവിടെ ഉണ്ട്, ആൾ ഡെബ്യൂ ചെയ്യുന്നു. അതൊക്കെ ഭയങ്കര ഒരു അനുഭവമാണ്. അത് നമ്മളൊരു ജെന്യുവിനായിട്ട് ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു അനുഭവമായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചപ്പോൾ അതിൽ പരി സന്തോഷം. എല്ലാവരും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം തന്നെ, ഏതെങ്കിലും ആദ്യ വിക്കറ്റ് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് നമ്മൾ എത്ര വിക്കറ്റ് നേടിയാലും ആദ്യത്തെ വിക്കറ്റ് ഒരു പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയായിരുന്നു ആ നേട്ടം? അതെ, ഒരു നല്ല ബാറ്റ്സ്മാൻ്റെ വിക്കറ്റ് തന്നെയാണ്, നല്ലൊരു ബാറ്ററിൻ്റെ വിക്കറ്റ് തന്നെയാണ് എടുത്തത്, അവരുടെ ക്യാപ്റ്റൻ തന്നെയാണ് എടുത്തത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. നല്ലൊരു ഡെലിവറി ആയിരുന്നു അത്. ഒരു ഫസ്റ്റ് വിക്കറ്റ് LBW ബാറ്റ്സ്മാനെ ട്രാപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര വിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും, ഡൊമസ്റ്റിക്കിൽ 100 വിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ആ ഇൻ്റർനാഷണൽ ഒരു ഫസ്റ്റ് വിക്കറ്റ് ഒരു 15-16 വർഷത്തെ വെയിറ്റ്, ആ ഒരു വിക്കറ്റിൽ എടുത്തപ്പോൾ ഭയങ്കര റിലീവ്ഡായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ട്. സജന, WPL 6 ആരും മറക്കില്ല, അത് ഇപ്പോഴും നമ്മളും മറക്കുന്നില്ല. എങ്ങനെയായിരുന്നു അതിലെ ആ ഒരു പ്രതീക്ഷ? പെട്ടെന്ന് ടീമിൻ്റെ വലിയ സമ്മർദ്ദം നിൽക്കുന്നൊരു സമയം കൂടിയാണ്. പ്രാക്ടീസ് ടൈമിൽ തന്നെ ഒരു ഫിനിഷർ എന്നുള്ള റോൾ തന്നെയായിരുന്നു തന്നുകൊണ്ടിരുന്നത്. സോ നെറ്റ്സിലാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ 1 ബോളാണെങ്കിൽ 2 ബോളാണെങ്കിലും ഹാർഡ് ഹിറ്റിങ്ങിന് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. സോ ആ ഒരു സിറ്റുവേഷനിൽ മുൻപ് പറഞ്ഞ പോലെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, എൻ്റെ ടീമിനെ ജയിപ്പിക്കുക എന്നുള്ളതും അതിലുപരി ഈ ഒരു മൊമെൻറ്റിൽ ഞാനതിനെ ഓവർകം ചെയ്താൽ എൻ്റെ ഫ്യൂച്ചർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി പോയത്. പിന്നെ ഈ ഒരു എന്താ പറയുക, അവർ എനിക്ക് തന്ന ഒരു കോൺഫിഡൻസ്, ഈ ത്രൂ ഔട്ട് ദ പ്രാക്ടീസ് സെഷനൊക്കെ ആ മാഡമൊക്കെ എനിക്ക് തന്ന കോൺഫിഡൻറ്റും അതേപോലെ എന്താ പറയുക, ആ ഒരു പ്രഷറും എനിക്ക് തന്നിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒരു പ്രഷർ തന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ വീണു പോകുമായിരുന്നു. സോ അവർ എനിക്ക് തന്ന എന്നെക്കാൾ വിശ്വാസം അവർക്ക് എന്നിലുണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പലപ്പോഴും സഞ്ജു കളിക്കുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് മലയാളം. പ്രത്യേകിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ജു എപ്പോഴും എറിയണ മോനെ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ടീമിലൊക്കെ? പിന്നെ ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതിപ്പോൾ ആവേശം സിനിമയോട് ഇറങ്ങിയത് എടാ മോനെ, എപ്പോഴും ഞാൻ പോലെ ആശയിച്ചിട്ടാ മോനെ, ഞാൻ ഇവിടെ വരും, എടാ മോനെ അടിയടാ, നല്ലൊരു വൈബായിരുന്നു. പിന്നെ സജിനെ പറ്റി പറയുകയാണെങ്കിൽ സജിനെ ടീമിൽ, കേരള ടീമിൽ വന്ന മുതലേ ഭയങ്കര വൈബാണ്. കാരണം സജിനെയൊക്കെ ബാറ്റിങ്ങിൽ ചില മാച്ചസിലൊക്കെ കുറഞ്ഞ റൺ അടിച്ചിട്ട് ഫീൽഡിങ്ങിൽ കളി ജയിപ്പിച്ചിട്ടുള്ള മാച്ചുകളുണ്ട്. അപ്പോൾ ഞാൻ സജിനെ റേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫീൽഡേഴ്സ് ഇൻ ഇന്ത്യ എന്ന് തന്നെയാണ് എപ്പോഴും ഞാൻ അപ്പോഴും റേറ്റ് ചെയ്യുന്നത്, ഇപ്പോഴും റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വൈബൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് തൊട്ടേ കളിച്ചേണ്ട ഒരു വൈബ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഫുള്ള് മലയാളമായിരുന്നു, ഞങ്ങൾ ഫുള്ള് മലയാളമായിരുന്നു സംസാരിച്ചിരുന്നത്. നല്ല രസമായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷകളാണ്, ഒപ്പം തന്നെ KCയെ സംബന്ധിച്ച് പ്രതീക്ഷകളാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും ടീമിലേക്ക് എത്തുന്നതോടുകൂടി കൂടുതൽ കുട്ടികൾ പ്രാക്ടീസിനായെത്തും, ഒപ്പം തന്നെ KCAക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് കൂടിയാണ്. എങ്ങനെയാണ് KCയുടെ ഒരു ഇതൊക്കെ കാണുന്നത്? പിന്നെ ഇപ്പം തന്നെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസാണ് കേരള. കാരണം കഴിഞ്ഞ 4 വർഷത്തെ ഇത് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും സെമി ഫൈനൽ വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ നമ്മുടെ ഇന്ത്യൻ വിമൻ ഡൊമസ്റ്റിക് സർക്യൂട്ട് അത്ര ഈസി അല്ല. അത് നമ്മൾ ഡൊമസ്റ്റിക് മാച്ചസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. നല്ല ടഫ് തന്നെയാണ് നമ്മുടെ ഡൊമസ്റ്റിക് സർക്കിൾ. അപ്പോൾ അവിടെ നമ്മൾ ക്വാളിഫൈ ചെയ്ത് സെമി ഫൈനൽ കളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ 3 വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ പോകുമെന്ന് പറഞ്ഞാൽ അതൊരു വളരെ അച്ചീവ്മെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം, ഈ വരാൻ പോകുന്ന 1-2 വർഷത്തിൽ ഏതെങ്കിലും ഒരു ട്രോഫി നേടാൻ തന്നെയാണ് ദൃഢനിശ്ചയം. അത് എന്തായാലും സംഭവിക്കും. ഇപ്പോൾ ഞാൻ സജിന ഉണ്ടെങ്കിൽ, പിന്നെ ജോഷിത ഇപ്പോൾ അണ്ടർ-23 ഇന്ത്യ ക്യാമ്പിലുണ്ട്, പിന്നെ നജില നല്ല ടോപ്പ് ഓൾറൗണ്ടറാണ്, നല്ലൊരു ഹിറ്ററാണ്, ഒരു ഓഫ് സ്പിന്നറാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഗസ്റ്റ് പ്ലെയർ അരുന്ധതി റെഡ്ഡി ഉണ്ട്. ഇപ്പം ഞാനും സജിനയും വന്നാൽ ടീം അപ്പം തന്നെ നല്ല സെറ്റായി. അപ്പോൾ നമ്മൾ ഏതൊരു ടീമിനെയും നല്ലൊരു കോമ്പറ്റീഷൻ കൊടുത്ത് കപ്പടിക്കാൻ പറ്റുമെന്നുള്ളൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഈ വർഷം. ഏതായാലും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. ഇതാണ് ഇവർക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്. ഒരു രാജ്യത്തിന്, നമ്മുടെ നാടിൻ്റെയൊക്കെ ആകെ പ്രതീക്ഷകളാണ്. ഒപ്പം തന്നെ കൂടുതൽ വനിതകൾ ഈ മേഖലയിലേക്ക്, കളിയിലേക്കൊക്കെ തന്നെ വരുന്നതിന് വലിയ പ്രചോദനമാകുകയാണ് രണ്ടുപേരും. ക്യാമറമാൻ രാജേഷ് താവലിനോടൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.